സോറി ഡിയർ, ഇന്നത്തെ നമ്മുടെ സിനിമ പ്രോഗ്രാം ക്യാൻസൽ. ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് ചേട്ടൻ പോകുന്നത് എനിക്കിഷ്ടമല്ല. ലുക്ക് ദുർഗ, ഇങ്ങനെയുള്ള പാർട്ടിക്ക് വലിയ വലിയ ആൾക്കാർ വന്നിരിക്കും. അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് ആവശ്യമാണ്. വേണ്ട ഏട്ടാ, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആപത്താണ്. ആപത്തോ? ഡോൺ ബി സില്ലി, ഐ നോ ഹൗ ടു മാനേജ് ഇറ്റ്. ബൈ ദ ബൈ, രാത്രിയിൽ നീ ഊണ് കഴിച്ച് കിടന്നുള്ളൂ, വെയിറ്റ് ചെയ്യണ്ട. ആരാ? ഞാനടി അത് നിന്നോട് ചോദിക്കേണ്ടത്. അതേ, ഞാനാണ് ഇവിടുത്തെ റാണി. നീ എന്തിനിവിടെ വന്നടി മൂദേവി? നീയാടി മൂദേവി. ഞാൻ എന്തിനിവിടെ വന്നെന്ന് പോയി ചോദിച്ചു നോക്ക് നിന്റെ മുതലാളിയോട്. മുതലാളിക്ക് എന്നെ വേണം, എന്റെ ശരീരം വേണം, എന്റെ കൈകൊണ്ട് അവരുടെ ദാഹം തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഒരിടത്തും കീരിയും പാമ്പും ഒന്നിച്ച് ജീവിക്കില്ല. ഞാനിവിടെ കഴിയണമെങ്കിൽ നിന്റെ നിഴലുകൂടെ കാണാൻ പാടില്ല. മര്യാദക്ക് സ്ഥലം വിടറി. സ്ഥലം ഞാൻ വിടണോ അതെ നീ വിടണോന്ന് നമുക്കൊരു കൈ നോക്കാം. കൊള്ളാലോ, ഹടി നന്നായിട്ടുണ്ട്. നോനോ, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ വഴക്കടിക്കുന്നേ? ഓഹോ, നിനക്ക് ദേഷ്യം വരൂലേ? എന്താ ഇവിടെ ബഹളം? നിങ്ങൾ മനുഷ്യരാണോ അതോ രാക്ഷസികളോ? ശാന്തി, സമാധാനപ്പെട്. പാവങ്ങൾ എടുത്തു ചാടിയാൽ അതിന്റെ കഷ്ടവും നഷ്ടവും അവർക്ക് തന്നെയായിരിക്കും. നോക്ക്, ഇന്ന് മുതൽ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് ഇവിടെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കെ, ഇല്ലെങ്കിൽ ഉടനെ സ്ഥലം വിടണം. എന്താ വേണോ നീ തന്നെ തീരുമാനിച്ചോ. ഈ ശാന്തി എല്ലാ സ്ഥലത്തും റാണിയായിട്ടേ ഇരുന്നിട്ടുള്ളൂ, ദാസിയായിട്ടിരുന്നിട്ടില്ല. ഇത്രയും കാലം നിങ്ങളെ സേവിച്ചതിന് എനിക്ക് നല്ല പ്രതിഫലം കിട്ടി. നീ പറയുന്നതെല്ലാം കേട്ടാൽ ഞാൻ നിന്റെ ഭർത്താവാണെന്ന് തോന്നുമല്ലോ. സന്തോഷം. ഇതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ പോകുന്നു. രാധേ, നമ്മുടെ ശനി ഒഴിഞ്ഞു. ഇനി നമുക്ക് സന്തോഷിക്കാം. ഹലോ രമ. ഇൻസ്പെക്ടർ സാർ, നിങ്ങളോ? അതെ, ഇന്ന് നിന്നെ വിടുന്ന ദിവസമല്ലേ, അതുകൊണ്ടാ വന്നത്. എനിക്ക് വേണ്ടി വന്നോ? അതെ, നിന്നെ ശിക്ഷിച്ചതിന് ശേഷം നിന്നെപ്പറ്റി വളരെയേറെ ചിന്തിച്ചു. നീ നിരപരാധിയാണെന്ന് മനസ്സിലായിട്ട് കൂടി എന്നെ കൊണ്ട് നിന്നെ സഹായിക്കാൻ സാധിച്ചില്ല. ഇനിയൊരു സംഗതി കേൾക്കണം. നിന്റെ വീട് ആ പുരുഷോത്തമൻ കൈവച്ചപ്പെടുത്തി. നിനക്ക് വേറെ ആരുമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇന്നു മുതൽ നിനക്ക് ഞാനുണ്ട്. നിനക്കിഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ വിളക്കേറ്റാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സാർ, പോലീസുകാർക്കൊരു ഹൃദയമുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഞാൻ ജയിലിൽ പോയി വന്നവളാണ്. മുൻപൊരിക്കൽ മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു. അനാഥയാണെന്ന് അറിഞ്ഞിട്ടും കൂടി ഇങ്ങനെ പറയുന്നു സാർ. ഈ ഇൻസ്പെക്ടർ നാരായണൻ കൂടെ അനാഥനാണ്.
കുഞ്ഞായിരുന്നപ്പോൾ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയപ്പെട്ടവനാണ് ഈ ഞാൻ. അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല. അനാഥാലയത്തിലെ ശിവാനന്ദ സ്വാമികളാണ് എന്നെ വളർത്തിയത്. ആശ്രമത്തിൽ എന്നെപ്പോലെ എത്രയോ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ആണായും പെണ്ണായും. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് പ്രത്യേകത. അതിരിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. സാർ, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുന്നത്. നിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഹായ് രമ്യ. സുഖാണോ? സാർ, ഇതെന്റെ സ്നേഹിതയാണ് രാധ. നമസ്കാരം.